കാറോ ബൈക്കോ വാങ്ങാനായിട്ട് തയ്യാറായിട്ടിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ എങ്കിൽ ഒന്ന് ചവിട്ടി പിടിച്ചോട്ടോ. ചിലപ്പോൾ ഒക്ടോബർ കഴിഞ്ഞാൽ വില കുത്തനെ ഇടിയാനുള്ള സാധ്യതയുണ്ട്. വെറുതെ പറഞ്ഞല്ല, ഞാൻ പറയുന്നതല്ല, മനസ്സിലായില്ലേ? ആരാ പറഞ്ഞതെന്നും എന്താ പറയുന്നതൊക്കെ കേട്ടോ. രാജ്യത്ത് പാസഞ്ചർ കാറുകളുടെയും ഇരുചക്ര വാഹനങ്ങളുടെയും വില കുത്തനെ കുറഞ്ഞേക്കും. ചരക്ക് സേവന നികുതി GST ഘടനാപരമായ പരിഷ്കരണത്തിന്റെ ഭാഗമായി കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം അടുത്ത യോഗം ചേരുമ്പോൾ GST കൗൺസിലിൽ പാസ്സായാൽ ഹൈബ്രിഡ് ഇലക്ട്രിക് വാഹനങ്ങൾ ഒഴികെയുള്ള പാസഞ്ചർ കാറുകളുടെയും മുച്ചക്ര ഇരുചക്ര വാഹനങ്ങളുടെയും നികുതി ദീപാവലി വിൽപ്പന സീസണോടെ ഗണ്യമായി കുറയും. ഇന്ത്യയുടെ 79ാം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അതായത് നമുക്കറിയാലോ, നമ്മൾ വാങ്ങുന്ന കാറുകളിൽ നമ്മൾ അടയ്ക്കുന്ന ടാക്സ് പൊന്നെ ആലോചിക്കാൻ വയ്യ അല്ലേ? എന്തോ ഒരു GST നമ്മൾ അടയ്ക്കുന്നു. എന്നിട്ടും അതും എടുത്ത് നമ്മൾ പിന്നെ റോട്ടിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വേറെ ടാക്സ്, പിന്നെ ടോൾ അടയ്ക്കാൻ ഓർത്താലും അതിൻ്റെ വലിയ ക്യൂ. ശരിക്കും പറഞ്ഞാൽ നരകമാണ്. ശരിക്കും പറഞ്ഞാൽ വണ്ടിയെ വാങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി അഥവാ വാങ്ങാൻ താല്പര്യമുള്ളവർ ഒന്ന് ചവിട്ടി പിടിച്ചാൽ ഒക്ടോബർ കഴിഞ്ഞാൽ ഈ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ ഓരോരുത്തരുടെ അക്കൗണ്ടിലേക്ക് 15 ലക്ഷം രൂപ വെച്ച് തരാമെന്ന് പറഞ്ഞ പോലത്തെ ബ്ലണ്ടർ അല്ല എങ്കിൽ വലിയൊരു ലോട്ടറി ആയിരിക്കും.